ഹായ് എല്ലാ കൂട്ടുകാർക്കും സാനോ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മളുടെ പുതിയ റെനോ ഡസ്റ്റർ ആണ്. റെനോ ഡസ്റ്ററിനെ റീലോഞ്ച് ചെയ്ത സമയത്ത് സെഗ്മെന്റിലെ ബെസ്റ്റ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സെഗ്മെന്റ് ബെസ്റ്റ് ഫീച്ചേഴ്സ് ആൻഡ് സെഗ്മെന്റിലെ മോസ്റ്റ് പവർഫുൾ എഞ്ചിനുമായിട്ടാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് ഡസ്റ്ററിന്റെ പ്രീ ബുക്ക് ചെയ്ത ആളുകൾക്കുള്ള സ്പെഷ്യൽ എഡിഷൻ വേരിയന്റ് ആണ്. അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 2026 മോഡൽ ഡസ്റ്ററിന്റെ ടോപ്പ് എൻഡ് സ്പെഷ്യൽ എഡിഷൻ വേരിയന്റ് ആണ്. ഡസ്റ്റർ പ്രീ ബുക്ക് ചെയ്തവർക്ക് ലഭിക്കുന്ന വേരിയന്റ് നിങ്ങളെ കാണുന്ന ഈ സ്പെഷ്യൽ എഡിഷൻ വേരിയന്റ് ആണ്. ഇപ്പോൾ ഡസ്റ്ററിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലുക്ക് അപാര റോഡ് പ്രസൻസ് ആണ് പുതിയ ഡസ്റ്ററിന്. ശരിക്കും ഡസ്റ്റർ ഫാൻസിന് വെയിറ്റ് ചെയ്താൽ ലഭിക്കുന്ന ഒരു വാഹനം സെഗ്മെന്റിൽ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു കാറും മോസ്റ്റ് ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാറും തന്നെയാണ്. ഇപ്പോൾ റെനോ ഡസ്റ്ററിനെ ലോഞ്ച് ചെയ്ത സമയത്ത് സെഗ്മെന്റിലെ മറ്റു വാഹനങ്ങളുമായിട്ട് കോമ്പറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഫീച്ചേഴ്സും എൻജിൻ ഓപ്ഷൻസും ആണെങ്കിലും കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ വേരിയന്റിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് നോക്കുകയാണെങ്കിൽ ഒരു പക്ക ഒരു SUV ലുക്ക് അല്ലെങ്കിൽ ഒരു അപാര റോഡ് പ്രസൻസ് തരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഡസ്റ്റർ ആണെന്ന് മനസ്സിലാവാനായിട്ട് ഫ്രണ്ടിൽ തന്നെ ആ ഡസ്റ്ററിൻ്റെ ആ ഒരു വലിയ ലെറ്ററിങ് കൊടുത്തിരിക്കുന്നു. അതിന് താഴെയായിട്ട് നമുക്ക് 360 ക്യാമറ വരുന്നതിൻ്റെ ആ ക്യാമറ കാണാനായിട്ട് പറ്റും. ഫ്രണ്ടിലെ ആ ഒരു ബോണറ്റിലെ ലൈൻസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും ഒരു മാച്ചോ ബോൾഡ് ലുക്കിംഗ് തരുന്ന രീതിയിലാണ് ആ ഒരു ലൈൻസ് കൊടുത്തിരിക്കുന്നത്. ടോപ്പിലായിട്ട് നമുക്ക് ഫ്രെയിംലെസ് ആയിട്ടുള്ള വൈപ്പേഴ്സ് കാണാനായിട്ട് പറ്റും. ADAS ലെവൽ 2 വിത്ത് 17 സേഫ്റ്റി ഫീച്ചേഴ്സ് ഇതിനകത്ത് റെനോ കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടിൽ നിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ LED ആയിട്ടാണ് ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അതൊരു 3 സ്ലോട്ട് എന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നു. ടോപ്പിൽ നമുക്ക് LED DRLs കാണാം. അത് തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. താഴേക്ക് വന്ന ഇവിടെയെല്ലാം നമുക്ക് ഒരു എയർ സ്കൂപ്പ് ഡിസൈൻ എന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നു. അതിന് താഴെ ഫോഗ് ലൈറ്റ് വരുന്നുണ്ട്. അതും LED പ്രൊജക്റ്റഡ് ഫോഗ് ലൈറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ നമുക്ക് 6 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സെഗ്മെന്റിൽ മറ്റൊരു വാഹനത്തിലും ഫ്രണ്ടിൽ 6 പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടില്ല. അത് വശങ്ങളിൽ ഒരെണ്ണം, ഇവിടെ താഴെയായിട്ട് ഫ്രണ്ടിൽ അങ്ങനെ 6 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ഈ പോർഷൻസിലെല്ലാം നമുക്കൊരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. നല്ല ഒരു എന്താ പറയുക, ഒരു റഗ്ഗിഷ് SUV ലുക്കിൻ്റെ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. താഴെ എയർ ഡാമിൻ്റെ പോർഷൻസിലാണെങ്കിലും ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. 212 mm ആണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു വാഹനവും നമ്മളുടെ പുതിയ ഡസ്റ്ററാണ്. ഇപ്പോൾ ഈ ഡസ്റ്ററിന് എഴുതിയിരിക്കുന്ന പോർഷൻസ് എല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ലെറ്ററിങ് നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷിലും അതിനകത്ത് ആ ഒരു ഗ്രീനിഷ് ലൈനും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലുക്ക്. ഫുൾ LED ലൈറ്റ് യൂണിറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കണ്ണിൽപ്പെടുന്ന ഒരു 18 ഇഞ്ച് ബ്ലാക്ക് ഫിനിഷിലുള്ള അലോയ് വീലുകളാണ്. അത് ഒരു എന്താ പറയുക, ഒരു സ്പോട്ടി ലുക്കിംഗ് അലോയ്സ് തന്നെ കൊടുത്തിരിക്കുന്നു. അടുത്ത റെനോയുടെ ലോഗോ കാണാം. ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 225 55 R18 ആണ് ടയർ സൈസ്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. വശങ്ങളിൽ നമുക്ക് ആ ഒരു ക്ലാഡിങ്ങിൻ്റെ പോർഷൻസിലെല്ലാം ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ഡസ്റ്റർ ഐക്കോണിക് എന്ന് പറയുന്ന ഈ ഒരു ബാഡ്ജിങ് നിങ്ങൾക്ക് ഈ പ്രീ ബുക്ക് ചെയ്തവർക്ക് സ്പെഷ്യൽ എഡിഷൻ വാഹനത്തിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. മറ്റു വാഹനത്തിലൂടെ എന്ത് വരും എന്നുള്ളൊരു കൺഫർമേഷൻ ഇതുവരെ റെനോ കൊടുത്തിട്ടില്ല. താഴെ നമുക്ക് കാണുന്ന ആ ഒരു ഗ്രീനിഷ് കളറിലുള്ള സ്റ്റിക്കർ ഐക്കൺ ബാഡ്ജിങ് കാര്യങ്ങളെല്ലാം പ്രീ ബുക്ക് ചെയ്തവർക്ക് ലഭിക്കുന്ന ഡസ്റ്ററിലാണ്. അതായത് ഇപ്പോൾ ഡസ്റ്റർ എന്തൂസിയാസ്റ്റിക് അല്ലെങ്കിൽ വാഹനം ഡസ്റ്റർ ഇഷ്ടപ്പെടുന്നവർ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടാവും. വാഹനം ലോഞ്ചിൻ്റെ സമയത്ത് തന്നെ അവർക്ക് വാഹനം ലഭിക്കും. അവർക്ക് കിട്ടുന്ന വാഹനത്തിലാണ് ഈ സ്പെഷ്യൽ എഡിഷൻ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വിസിബിൾ ആവുള്ളൂ. 360 ക്യാമറ വരുന്നുണ്ട്. മിറേഴ്സിൽ ക്യാമറ കാണാം. LED ഇൻഡിക്കേറ്റേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് മിറേഴ്സ് വരുന്നത്. വാഹനം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഡ്യുവൽ ടോൺ കളറാണ്, ഒരു ഗ്രീൻ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ എന്ന് പറയാം. സെഗ്മെന്റിൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു വാഹനവും കൂടിയാണ് നമ്മുടെ ഡസ്റ്റർ. ഇപ്പോൾ ഓവറോൾ ലെങ്ത് നോക്കുകയാണെങ്കിൽ 4343 mm ആണ് അതിൻ്റെ ലെങ്ത് വരുന്നത്. വിഡ്ത്ത് ആണെങ്കിൽ 1813 mm, ഹൈറ്റ് 1659 mm ആണ് കൊടുത്തിരിക്കുന്നത്. വീൽ ബേസ് നോക്കുകയാണെങ്കിൽ തന്നെ 2657 mm വീൽ ബേസും വരുന്നുണ്ട്. അപാര ഇന്റീരിയർ സ്പേസ് ആണ് ഈ വാഹനത്തിന് റെനോ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഗ്ലാസുകളെല്ലാം പ്ലെയിൻ ഗ്ലാസുകളായിട്ട് കൊടുത്തിരിക്കുന്നു. നമ്മുടെ ബി പില്ലറും സി പില്ലറിന്റെ പോർഷൻസ് എല്ലാം നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലെ ഡോർ ഹാൻഡിൽസ് ടോപ്പ് മൗണ്ടഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. ടോപ്പിൽ നമുക്ക് ഒരു ഫംഗ്ഷനിങ് ആയിട്ടുള്ള റൂഫ് റെയിൽസ് കാണാം. അതിനകത്ത് ഡസ്റ്ററിങ് എന്ന സ്റ്റിക്കറിങ്ങും കൊടുത്തിട്ടുണ്ട്. വലിപ്പമുള്ള ഒരു പനോറമിക് സൺ റൂഫ് ഡസ്റ്ററിൻ്റെ ഈ ടോപ്പ് എൻഡിൽ വരുന്നുണ്ട്. ബാക്കിലേക്ക് നമുക്ക് ഷാർപ്പിൻ ആൻറ്റിന കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം വലിപ്പമുള്ള ഒരു വാട്ടർ ഗ്ലാസുകളും കാണാം. ബാക്കിലേക്കൊക്കെ വന്നു കഴിഞ്ഞാലും ഒരു ഡിസൈൻ തന്നെ
ഈ ഒരു പോർഷൻസിലെല്ലാം ഒരു ബഡ്ജിങ് ഒക്കെ കൊടുത്ത് കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പോർഷൻസിലെല്ലാം നമുക്ക് ആ ഒരു ഗ്രീനിഷ് കളർ സ്റ്റിക്കർ വർക്ക് പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് സ്പോയിലർ വരുന്നുണ്ട്. അത് ഒരു അത്യാവശ്യം വലിപ്പമുള്ള വലിയ സ്പോയിലറായിട്ട് കൊടുത്തിരിക്കുന്നു. ആ ഒരു ഡിസൈൻ തന്നെ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ്. അതിനകത്ത് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. നടുക്കൊരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം. ഈ ഒരു എന്താ പറയുക റൂഫിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് ആ സ്പോയിലറിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. ബാക്കിൽ വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡിഫോറോട് കൂടിയ ഗ്ലാസുകൾ കൊടുത്തിരിക്കുന്നു. കണക്റ്റഡ് ടെയിലൈറ്റ് ആണ് ഡസ്റ്ററിന് വരുന്നത്. ഇപ്പോൾ എല്ലാ റെനോ വാഹനങ്ങളിലും കണ്ടുവരുന്ന ആ ഒരു സെയിം ബാക്ക് പ്രൊഫൈൽ തന്നെയാണ്, ഇന്റർനാഷണലി കണ്ടുവരുന്ന സെയിം ബാക്ക് പ്രൊഫൈൽ ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് ഈ ഒരു പോർഷൻസിൽ ഇത് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. ഇൻഡിക്കേറ്റേഴ്സ് അകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. ഇത് ജസ്റ്റ് ഒരു റിഫ്ലക്റ്റേഴ്സ് മാത്രമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. റിവേഴ്സ് ലൈറ്റ് ഇവിടെ സെൻറ്റർ മൗണ്ടഡ് ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു പോർഷനിലും ഈ പോർഷനിലും നമുക്ക് റിവേഴ്സ് ലൈറ്റ് കാണാം. ബാക്കിൽ 360 ക്യാമറ എന്നിട്ട് റിവേഴ്സ് ക്യാമറ കാണാം. നടുക്ക് റെനോയുടെ പുതിയ ലോഗോ കൊടുത്തിരിക്കുന്നു. ഈ ടെയിൽ ലൈറ്റിന് താഴെ കാണാൻ ഭംഗിയുള്ള രീതിയിൽ ഒരു സിൽവർ ഫിനിഷും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ റെനോയുടെ ഒരു ഡസ്റ്റർ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതും ആ ഒരു അതിനകത്ത് നമുക്കൊരു ഗ്രീൻ ഫിനിഷ് വരുന്ന രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മളുടെ 1.3 ടർബോ പെട്രോൾ എഞ്ചിനുള്ള വേരിയൻ്റ് ആണ്. അതിൻ്റെ പവർ 160 ആണ്. അതാണ് ടർബോ 160 എന്ന് പറഞ്ഞ ബാഡ്ജിങ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് നമുക്ക് 6 പാർക്കിംഗ് സെൻസേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. 1, 2, 3, 4 അങ്ങനെ 6 പാർക്കിംഗ് സെൻസേഴ്സ് ബാക്കിലേക്കും വരുന്നുണ്ട്. ഈ വശത്ത് കണ്ട പോലെ തന്നെ അപ്പർ വശത്തും 2 പാർക്കിംഗ് സെൻസേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് താഴെയായിട്ട് നമുക്കിവിടെ ഒരു റിഫ്ലക്റ്റേഴ്സും 2 വശത്തായിട്ടും കൊടുത്തിരിക്കുന്നത് കാണാം. ബാക്കിലെ ബമ്പറിൻ്റെ പോർഷൻസിലെല്ലാം നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട്. ഓട്ടോ ടെയിൽ ഗേറ്റ് ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ തന്നെ മെമ്മറി സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും റെനോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഹൈറ്റ് ബൂട്ട് ഓപ്പൺ ചെയ്തു വരുന്ന ഹൈറ്റ് ഇവിടെ വെച്ച് ലോക്ക് ചെയ്യണമെങ്കിൽ അത് നമ്മൾക്ക് ഈ ഒരു ബട്ടണിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലും ഉള്ള സ്ക്രീനിൽ നമുക്കത് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിലേക്ക് നമുക്ക് പാഴ്സൽ ട്രേ വരുന്നുണ്ട്. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം. 60/40 സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് ബൂട്ട് ലൈറ്റും വരുന്നുണ്ട്. ബൂട്ട് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 518 ലിറ്ററാണ് ബൂട്ടിൻ്റെ കപ്പാസിറ്റി വരുന്നത്. നമ്മളുടെ ഈ പാഴ്സൽ ട്രേയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഫോൾഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പാഴ്സൽ ട്രേ ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞാൽ ഓട്ടോ ടെയിൽ ഗേറ്റ് ആണ് വരുന്നത്. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം തന്നെ അത് ലോക്ക് ചെയ്തോളും. അപ്പോൾ സെഗ്മെൻറ്റിലെ മറ്റ് പല വാഹനങ്ങളിലും കൊടുത്തിരിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും അതിൽ കൂടുതലോ നമുക്ക് ഡസ്റ്ററിൽ കാണാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ വശത്തും 2 പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് വന്നാൽ ഇവിടെയാണ് നമ്മുടെ ഫ്യൂൽ ലിഡ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് പുറത്തുനിന്ന് തന്നെ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലുള്ള ഫ്യൂൽ ലിഡിൻ്റെ ഓപ്ഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഡോർ ഹാൻഡിൽസ് എല്ലാം നമുക്ക് ബോഡി കളറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് റിക്വസ്റ്റ് സെൻസർ ഒന്നും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റില്ല. കാരണം റെനോ പുതിയ വാഹനങ്ങളിലെല്ലാം നമ്മൾ വാക്ക് അവേ ലോക്ക് ആൻഡ് അൺലോക്കിൻ്റെ ഫീച്ചറാണ് കൊടുത്തിരിക്കുന്നത്. അത് കീയിൽ ഓൾറെഡി ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. വാഹനത്തിന് അടുത്തേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വാഹനം അൺലോക്ക് ആവും. നമ്മൾ വാഹനത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ അത് ലോക്ക് ആവുന്ന രീതിയിലുള്ള ഫീച്ചറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കീലെസ് ഗോ, കീലെസ് എൻട്രി പോലുള്ള ഫീച്ചേഴ്സ് എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ബ്ലാക്ക് ഫിനിഷിലാണ്, ബ്ലാക്ക് ആൻഡ് ഗ്രീൻ ഫിനിഷിലാണ് ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത്. ഒരു പക്ക പ്രീമിയം ഇന്റീരിയർ എന്ന് തന്നെ പറയാം. അതിലേക്ക് നമുക്ക് വരാം. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 3 ടോൺ കളർ എന്നൊക്കെ പറയാം. ടോപ്പിൽ ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു കാർബൺ ഫൈബർ ഫിനിഷ് കാണാം. അതിനകത്ത് ആംബിയൻ ലൈറ്റിംഗ് വരുന്നുണ്ട്. അതിൻ്റെ ഒരു ബ്ലൂ ലൈറ്റിംഗ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതിന് താഴെ ഇവിടെ എല്ലാം നമുക്കൊരു ഗ്രീൻ ഫിനിഷിൽ ലെതർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതിനകത്തൊരു ഗ്രീനിഷ് സ്റ്റിച്ചിങ് കാണാനായിട്ട് വരും. അതിന് താഴെ ഈ പോർഷൻസിൽ നമുക്ക് ആ ഒരു ലെതർ ഫിനിഷ് കാണാം. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. അത് മിറർ നമ്മുടെ വിൻഡോസ് ലോക്ക് ആൻഡ് അൺലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നു. അതിനോട് ചേർന്ന് തന്നെയാണ് ഡോർ ഹാൻഡിൽസ്. അതൊരു പുതിയ ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഡോർ ഹാൻഡിൽസിനും ഈ ഒരു കൺട്രോൾസിനും ഈ ഒരു ഹാൻഡിൽസിനും നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷ് കാണാനായിട്ട് പറ്റും. അത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ബോട്ടിൽ ഹോൾഡേഴ്സ്, പേപ്പർ ഹോൾഡേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. സെൻട്രൽ മൗണ്ടഡ് ആയിട്ടാണ് സ്പീക്കേഴ്സ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്രൈവർ സീറ്റ് നമുക്ക് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യുന്ന ഡ്രൈവർ സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ഇവിടെ കാണാം. വെന്റിലേഷൻ ഓപ്ഷനോട് കൂടിയ സീറ്റാണ് വരുന്നത്. ഒരു ലെതറിറ്റ് സീറ്റുകളാണ്. നല്ല അപ്പോൾസറി കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് സൈഡ് ബോസ്റ്റിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനകത്തും നമുക്ക് ആ ഒരു ഗ്രീൻ പൈപ്പിംഗ് കാണാനായിട്ട് പറ്റും. വെന്റിലേഷൻ ഉള്ളതുകൊണ്ട് ആദ്യത്തെ പോർഷനിലെ ഒരു ഡിഫറെൻറ്റ് മെറ്റീരിയൽ നിങ്ങൾക്ക് കാണാം. മറ്റ് സീറ്റിൻ്റെ ഔട്ട്സൈഡ് എല്ലാം ഒരു ലൈറ്റ് ഗ്രീനിഷ് കളറിലാണ്
കൊടുത്തിരിക്കുന്നത്. ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. ഇവിടെ നമുക്ക് ഓട്ടോ പാർക്ക് ബ്രേക്ക് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഓട്ടോ ഹോൾഡിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഹുഡ് അകത്തുനിന്ന് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ നമുക്ക് ഓട്ടോ നമ്മുടെ ഹൈഡ്രൽ സ്റ്റോപ്പ് സ്റ്റാർട്ടിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. അതിൻ്റെ ബട്ടൺ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇത് നമ്മളുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നിങ്ങൾക്ക് അനുസരിച്ച് സെറ്റ് ചെയ്യാനുള്ള ഒരു പ്രീ സെറ്റിൻ്റെ ബട്ടണാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇവിടെയെല്ലാം നമുക്ക് ആ ഒരു ഡോർ പാഡിൽ കണ്ട കാർബൺ ഫൈബർ ഫിനിഷ് കാണാം. AC വെൻസിന് ചുറ്റുമെല്ലാം നമുക്കൊരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇനിയും അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. പുതിയ ഡസ്റ്ററിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു ജെറ്റ് ഇൻസ്പയർഡ് ഡിസൈൻ എന്നാണ് റെനോ തന്നെ പറയുന്നത്. കാര്യം ഡ്രൈവറിനോട് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് എല്ലാ കൺട്രോൾസും ഫീച്ചേഴ്സും അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 17mm ഡ്രൈവർ സൈഡിലേക്ക് തിരിഞ്ഞിരിക്കുന്ന രീതിയിലാണ് ആ ഒരു 10 ഇഞ്ചിൻ്റെ സ്ക്രീൻ കൊടുത്തിരിക്കുന്നത്. ഒരു നമ്മൾ ഒരു കോക്പിറ്റിനകത്ത് ഇരിക്കുന്ന ഒരു ഫീല് തന്നെയാണ് ശരിക്കും അതിനകത്ത് കയറിയിരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാം. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഡബിൾ ഡി കട്ട് സ്റ്റിയറിംഗ് വീല് കൊടുത്തിരിക്കുന്നു. അതിൽ ലെതർ അപ്ഡേറ്റാണ് കൊടുത്തിരിക്കുന്നത്. അകത്ത് നമുക്ക് ആ ഒരു ഗ്രീൻ സ്റ്റിച്ചിങ് കാണാനായിട്ട് പറ്റും. താഴെയെല്ലാം നമുക്ക് ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അടുത്ത് റെനോയുടെ ലോഗോ കാണാം. ഇടതുവശത്തായിട്ട് നമുക്ക് ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസും വലതുവശം നമുക്ക് മ്യൂസിക്, ഫോൺ കൺട്രോൾസ്, ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് പാഡിൽ ഷിഫ്റ്റേഴ്സ് ഈ വേരിയന്റിൽ ടോപ്പ് എൻഡിൽ വരുന്നുണ്ട്. ടോപ്പ് എൻഡിൽ ഓട്ടോമാറ്റിക് ആണ് പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇടതുവശത്ത് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റ്, ഓട്ടോ വൈപ്പേഴ്സ് ഉള്ള ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് വീൽ നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ഓപ്ഷനോട് കൂടിയ സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ ഒരു 10.25 ഇഞ്ചിൻ്റെ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും വരുന്നുണ്ട്. അത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബട്ടൺ നമ്മുടെ സ്റ്റിയറിംഗ് വീലിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഇപ്പം നിങ്ങൾ കാണുന്ന നാവിഗേഷൻ്റെ ഓപ്ഷൻസ് ആണ്. ഒരു 4 രീതിയിലെ ഡിസ്പ്ലേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ കിലോമീറ്ററും നമ്മളുടെ അഡാസിൻ്റെ ഫീച്ചേഴ്സ് കാണുന്ന രീതിയിൽ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് തന്നെ അഡാസും കിലോമീറ്ററും ഡയറക്റ്റ്ലി കാണുന്ന രീതിയിലൊരു ഫീച്ചേഴ്സ്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഇൻഫർടൈൻമെന്റ് സ്ക്രീനിലെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും. പിന്നെ അത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കുറച്ച് ഓപ്ഷൻസും ഇതിനകത്ത് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് എന്തെല്ലാം ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഉൾപ്പെടുത്തണം, അങ്ങനെ മ്യൂസിക്കിൻ്റെ കൺട്രോൾസ്, ഇക്കോ മോട്ടർ, അങ്ങനെ TPMS, അങ്ങനെ ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് കാണുന്നത് ഈ ഒരു പോർഷനിലെ സ്ക്രീനിലാണ്. അത് കൺട്രോൾ ചെയ്യുന്നത് സ്റ്റിയറിംഗ് വീലിൽ ഈ ബട്ടൺസ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ സെഗ്മെന്റിലെ വാഹനങ്ങളിൽ ഉണ്ടാകുന്ന എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്തും റെനോ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഫീച്ചറിൻ്റെ ഈ ഡിസ്പ്ലേയുടെ സ്ക്രീൻ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്കത് നോക്കാം. അപ്പോൾ നമുക്ക് ആ സ്ക്രീനിൻ്റെ കോർണറിലായിട്ട് തന്നെയാണ് മറ്റ് ഇൻഫർമേഷൻസ് എല്ലാം റെനോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏത് സ്ക്രീൻ ഇതിനകത്ത് ഡിസ്പ്ലേ വന്നാലും ഈ കോർണർ പോർഷനിലായിട്ടായിരിക്കും നമുക്ക് മറ്റ് ഇൻഫർമേഷൻസ് ടോഗിൾ ചെയ്യാനായിട്ട് പറ്റുക. ഈ ഒരു സ്ക്രീനാണ് നമുക്ക് 2-4 രീതിയിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഡോർ ഓപ്പൺ ആയതുകൊണ്ട് അതിൻ്റെ ഒരു വാണിംഗ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 10 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയുള്ള നല്ല റെസ്പോൺസുള്ള സ്ക്രീൻ കൊടുത്തിരിക്കുന്നു. അതിന് മുകളിലായിട്ടാണ് അത് ഓൺ ഓഫ് ചെയ്യാനുള്ള ബട്ടൺസ് കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. ഡിസ്പ്ലേ, നോർമൽ ഡിസ്പ്ലേ, ക്ലീൻ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് കുറേ ഓപ്ഷൻസ് അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ അതിന് കൺട്രോൾ ചെയ്യാനുള്ള ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസും വോളിയം മാനുവലി കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസും നമുക്ക് മോഡലായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇത് പവർ ഓഫ് ചെയ്യാനോ ഓൺ ഓഫ് ചെയ്യാനുള്ളതും വോളിയം കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് മോളിൽ കൊടുത്തിരിക്കുന്നു. ഈ ഒരു സെൻട്രൽ കൺസോൾ ഫുൾ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പോർഷൻ നമുക്ക് ഇവിടെ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ എംറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ നാവിഗേഷൻ്റെ കൺട്രോൾസ്, എക്സ്റ്റീരിയർ കൺട്രോൾസ് കാര്യങ്ങൾ കാണാം. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആണ്. ആൻഡ് മ്യൂസിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഫോൺ കണക്ട് ചെയ്യാൻ അതിൻ്റെ ഇൻഫർമേഷൻസ് കൊടുത്തിരിക്കുന്നു. പിന്നെ വെഹിക്കിൾ ഇൻഫർമേഷൻസിലേക്ക് പോയി കഴിഞ്ഞാൽ എയർ ക്വാളിറ്റി, ഇതിനകത്തൊരു എയർ പ്യൂരിഫയർ വരുന്നുണ്ട്. 360 ക്യാമറയുടെ ഫീച്ചേഴ്സ് ഇതിനകത്ത് എന്തോ ഡിസേബിൾ ആയി എടുക്കുകയാണ്. 360 ക്യാമറ ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ വാഹനം ഓൺ ആയിരിക്കണം. ഡയറക്റ്റ്ലി 360 ക്യാമറ ഓപ്പൺ ചെയ്യാനുള്ള ആക്സസ് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് അത്യാവശ്യം ഫീച്ചറിസ്റ്റിക് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ സൈഡ് വ്യൂ, ഫുൾ സ്ക്രീനിൽ കാണാനുള്ള വ്യൂ, 2 വശത്തെയും വ്യൂ, അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഇതിനകത്ത് വരുന്നുണ്ട്. ഒരു HD ക്ലാരിറ്റിയിൽ തന്നെ കിട്ടുന്ന രീതിയിലാണ് ആ സ്ക്രീനുകൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ മൈ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞ ഡ്രൈവിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇക്കോ മോഡ്, എനർജി മോഡ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് ഓപ്ഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ എയർ ക്വാളിറ്റി, നമ്മൾ എയർ പ്യൂരിഫയറിൻ്റെ എയർ ക്വാളിറ്റി കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഡൈനാമിക് ചേസ്, നമ്മുടെ വീലിൻ്റെ കൺട്രോൾസ് കാര്യങ്ങൾ എങ്ങനെയാണ്, അതിനകത്തൊരു ഫ്രണ്ട് ക്യാമറയിൽ അത് നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് അറിയാനായിട്ടുള്ള ഓപ്ഷൻസ് കാര്യങ്ങൾ വരുന്നു. അങ്ങനെ എല്ലാ ഇൻഫർമേഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. താഴെ നമുക്ക് AC-യുടെ കൺട്രോൾസ് കാര്യങ്ങൾ കാണാം. ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോളിലേക്ക് AC ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഫിസിക്കൽ ബട്ടണുകൾ താഴെ കാണാം. അതായത് നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എല്ലാം ടച്ച് സ്ക്രീനിൽ ഉൾപ്പെടുത്താണ്ട് ഫിസിക്കൽ ബട്ടണുകളായിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. കാര്യം ഒരു ഡ്രൈവർ വാഹനം ഓടിക്കുന്ന സമയത്ത് ആളുടെ അറ്റൻഷൻ സ്ക്രീനിലേക്ക് മാറാണ്ട് തന്നെ കൺട്രോൾ ചെയ്യാവുന്ന രീതിയിലാണ് അതെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ഫിസിക്കൽ ബട്ടണുകൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ നമ്മുടെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനുകൾ 2 വശത്തും, കാര്യം ഡ്യുവൽ സോൺ AC ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഫാൻ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. പിന്നെ ഡീഫോഗറിൻ്റെ ഓപ്ഷൻ കൊടുക്കുന്നു ഫ്രണ്ടിലും ബാക്കിലും. പിന്നെ ഓട്ടോ AC സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, പിന്നെ AC മാക്സിൻ്റെ ഒരു ഓപ്ഷൻ, അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് പറ്റും. അതിന് താഴെ നമുക്ക് ക്ലീൻ എയർ എന്ന് പറഞ്ഞ ഒരു
ലെറ്ററിംഗ് കൊടുത്തിട്ടുണ്ട്. ലോക്ക് ആൻഡ് അൺലോക്കിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഹസാർഡ് ലൈറ്റിൻ്റെ ഓപ്ഷൻ വശങ്ങളിൽ കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. 2 ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയെല്ലാം നമുക്ക് ഒരു വയർലെസ് ചാർജിംഗ് ബാൻഡ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് റിമൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇതിനകത്ത് വരുന്നുണ്ട്. അതിന് താഴെ ഈ സെഗ്മെന്റിലെ സ്ലിമ്മസ്റ്റ് ഗിയർ ലിവർ വേണമെങ്കിൽ കാണാൻ പറ്റും. വളരെ സ്ലിമാണ്, വളരെ ക്യൂട്ടായിട്ട് കൊടുത്തിരിക്കുന്നു. നമ്മളുടെ മറ്റു വാഹനങ്ങളുടെ കീ നോബിൻ്റെ അത്രയും മാത്രമാണ് ഇതിന് സൈസ് വരുന്നുള്ളൂ. ഇത് DCT ഗിയർ ബോക്സ് ആണ്. അതിനകത്ത് ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങൾ കാണാം. ഇവിടെ നമ്മളുടെ ഓട്ടോ ഹോൾഡിൻ്റെ ഒരു ഓപ്ഷനും ഇവിടെ നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാം ഒരു ഡിസൈൻ എലമെന്റ് എന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക്, ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന ഓപ്ഷനോടും നമ്മളുടെ ഫോളോ മൈ ഹെഡ് ലാമ്പിൻ്റെ ഓപ്ഷനോടും കൂടിയ റെനോയുടെ നോർമൽ കീ തന്നെ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ലെറ്ററിങ് സ്പേസും ഇവിടെ വരുന്നുണ്ട്. നല്ല വലിപ്പമുള്ള വലിയ സെന്റർ ആംറസ്റ്റ് കാണാം. അതിനകത്തും സ്റ്റോറേജ് സ്പേസ്, വളരെ ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ആണ്. അകത്തേക്ക് കൈയെല്ലാം നമ്മൾ കയറ്റി വെക്കാൻ പറ്റുന്ന ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സീറ്റ് നമുക്ക് ബോസ് മോഡിന്റെ ഓപ്ഷനോട് കൂടിയ സീറ്റുകളാണ്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ സീറ്റുകൾ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല ലെതർ വെന്റിലേറ്റഡ് സീറ്റ് കൊടുത്തിരിക്കുന്നു. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും കാണുന്നില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലാണ്. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ് വിത്ത് മിറർ ആൻഡ് ലൈറ്റോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോ ഡിമ്മിംഗ് ഉള്ള IRVMs, അത് ഫ്രെയിംലെസ് ആയിട്ടുള്ള IRVMs കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ് വിത്ത് മിറർ ആൻഡ് ലൈറ്റോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സെഗ്മെന്റിൽ ബിഗസ്റ്റ് ആയിട്ടുള്ള സൺറൂഫ് നമുക്ക് കാണാം. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ് നമുക്ക് സെൻട്രൽ മൗണ്ടഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. അങ്ങനെ ബാക്ക് വശം വരെ നീളുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഡ്രൈവറിനും ആ സൺറൂഫ് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ഫ്രണ്ട് വരെ കവർ ചെയ്ത് വരുന്ന രീതിയിലാണ് അത് വരുന്നത്. ഇനി ഗ്ലോ ബോക്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഡീസെന്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. അത് കൂൾഡ് ഫീച്ചർ, ലൈറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. അത്യാവശ്യം ഡീപ്പായിട്ടുള്ള ഗ്ലോ ബോക്സ് എന്ന് തന്നെ നമുക്ക് പറയാം. അത് ഒരു സോഫ്റ്റ് ഓപ്പണിംഗ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈവൻ നമ്മളുടെ ഗ്രാബ് ഹാൻഡിൽ നോക്കുകയാണെങ്കിലും ഒരു സ്പ്രിംഗ് ആണെങ്കിലും ഒരു സോഫ്റ്റ് രീതിയിലാണ് അത് വരുന്നത്. അപ്പോൾ അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞാൽ വളരെ പ്രീമിയം ലുക്കിംഗ് ആയിട്ടുള്ള ഇന്റീരിയർ ആണ്. അതിന് ഈ സെൻട്രൽ പോർഷൻസിലെല്ലാം നമുക്കൊരു കാർബൺ ഫൈബർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. സോ ടോപ്പിലെല്ലാം നമുക്ക് ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. ഇവിടെ കാർബൺ, ഇവിടെ ഒരു ലെതർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. കോർണറിലായിട്ട് ഡസ്റ്റർ എന്ന് പറഞ്ഞ ബാഡ്ജിങ് ആണ്. ഈ ഒരു കാർബൺ ഫൈബർ ഫിനിഷിങ്ങിന് ചുറ്റുപുറം വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ വാഹനം ഇപ്പോൾ ഓണാണ്. ഇതൊരു 1.3 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. വളരെ സൈലന്റ് ആൻഡ് വളരെ ക്വയറ്റ് ആയിട്ടുള്ള ക്യാബിനാണ്. ഇപ്പം നിങ്ങൾക്ക് ഡോറ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്ട്രീം എന്നുള്ള നോയ്സ് കേൾക്കുന്നത് കാണാം. പക്ഷേ അകത്ത് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സൈലന്റ് ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനായിട്ട് നമുക്കിത് ഫീൽ ചെയ്യും. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ ടോപ്പ് മൗണ്ടഡ് ആയിട്ടാണ് ഡോർ ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നത്. അതൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ ഈ ഒരു പോർഷൻ കൊടുത്തിരിക്കുന്നത്. ഡോർ ഹാൻഡിൽസ് മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ കാണാം. ഡോറ് ഒരു 80 ഡിഗ്രിയിൽ വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലെ ഡോർ പാഡിൽ നമുക്ക് ആ ഒരു ഗ്രീൻ ലെതർ ഫിനിഷ് ഇവിടെ കാണാനായിട്ട് വരും. ആ ഗ്രീൻ ഫിനിഷ് ഡോർ ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നു. പവർ വിൻഡോന്റെ കൺട്രോൾ കാണാം. ഇഷ്ടം പോലെ സ്പേസ് ആണ് ബോട്ടിൽ ഹോൾഡേഴ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സ്പീക്കറുകളിൽ ഇവിടെ കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് നമുക്ക് 2 ടൈപ്പ് സി ചാർജിങ് പോർട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. AC വെൻസ് കാണാനായിട്ട് പറ്റും. സെന്റർ ആംറസ്റ്റ് ഇതിനകത്ത് വരുന്നുണ്ട്. അതിനകത്ത് കപ്പ് ഹോൾഡേഴ്സും ഒരു ഫോൺ വെക്കാനുള്ള ഒരു ഓപ്ഷനും കാണാം. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് നമുക്ക് വെന്റിലേഷൻ്റെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. ലെതർ സീറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് അത്യാവശ്യം ബാക്കിലേക്കാണ് ഇട്ടിരിക്കുന്നത്. എന്നാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം നമുക്ക് കാണാം. അതിനകത്ത് ബാക്കിൻ്റെ സീറ്റിൻ്റെ ബാക്കിലായിട്ട് സീറ്റ് പോക്കറ്റ്സ് കാര്യങ്ങളും കൂടി വരുന്നുണ്ട്. അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ്. ഒരു സെൻറ്റർ ടണൽ വരുന്നുണ്ട്. അതുകൊണ്ട് സെൻറ്റർ പാസഞ്ചറിന് ഇരിക്കാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കേണ്ടതായിട്ട് വരും. എന്നാലും സീറ്റിൻ്റെ അകത്തേക്ക് കാലെല്ലാം കയറ്റി വെച്ച് സുഖമായിട്ടിരിക്കാനുള്ള സ്പേസ് വരുന്നുണ്ട്. ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 12 സെന്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണാം. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. കാരണം സെൻറ്ററിലും ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. പക്ഷേ സെൻറ്റർ പാസഞ്ചറിന് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സെൻറ്റർ ടണൽ വരുന്നത് കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവുള്ളൂ. പക്ഷേ അകത്തെ സ്പേസ് 2 പേരൊക്കെയാണെങ്കിൽ സെൻറ്റർ ആംറസ്റ്റ് എല്ലാം വെച്ചിട്ട് നല്ല കംഫർട്ടായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ബാക്കിലേക്ക് പാഴ്സൽ ട്രേ വരുന്നുണ്ട്. ബാക്കിലേക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. റീഡിംഗ് ലൈറ്റുകൾ ഹാലജൻ LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ 2 വശത്തും നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ സൺറൂഫ് വരുന്നുണ്ട്. സൺറൂഫ് ബാക്കിൽ ഇവിടം വരെ ഓപ്പണിംഗ് ആണ്. അതായത് ഫ്രണ്ട് പാസഞ്ചറിനും ബാക്ക് പാസഞ്ചറിനും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സൺറൂഫിന്റെ ഫംഗ്ഷനിങ് കാര്യങ്ങൾ ഇതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നത്. റൂഫിന്റെ പോർഷൻസ് എല്ലാം നമുക്കൊരു ഓഫ് വൈറ്റ് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പോർഷൻസിലേക്ക് വരുമ്പോൾ ഒരു ഡാർക്ക് തീമുമാണ് റെനോ ഇതിനകത്ത് ഫോളോ ചെയ്തിരിക്കുന്നത്.
പുതിയ ഡസ്റ്ററിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഗ്ലോബൽ ക്രാഷ് ടെസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഭാരത് ക്രാഷ് ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ റീസെന്റ് നടക്കുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അഡാസിന്റെ 17ഓളം ഫീച്ചേഴ്സ് ഇതിനകത്ത് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് റെനോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാഹനം നമ്മൾ ഓടിക്കുന്ന സമയത്ത് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ പോലെ തന്നെ നമ്മളൊരു വാഹനം ഫ്രണ്ടിലൊരു വാഹനം കണ്ടു കഴിഞ്ഞാൽ അവിടെ വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പ് ആവും. ഒരു ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വാഹനം ഫ്രണ്ടിൽ നിന്ന് മൂവ് ആയി കഴിഞ്ഞാൽ വീണ്ടും ബാക്ക് ടു ഇപ്പോൾ നമ്മൾ 80 കിലോമീറ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പീഡിലേക്ക് ഇതെത്തും. അങ്ങനെ ഒത്തിരി അഡ്വാൻസ്ഡ് അഡാസിന്റെ ഫീച്ചേഴ്സ് ഇതിനകത്ത് റെനോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ സ്റ്റാൻഡേർഡ് വരുന്ന 6 എയർ ബാഗ്, ABS, CBT, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഡിസെന്റ് കൺട്രോൾ, അങ്ങനെ സെഗ്മെന്റിലെ എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും സെഗ്മെന്റിലെ മറ്റ് വാഹനങ്ങളിൽ ഉള്ളതിൽ കൂടുതൽ സേഫ്റ്റി ഫീച്ചേഴ്സ് ഡസ്റ്ററിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഈ വാഹനത്തിൽ കയറിയിരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് അത്യാവശ്യം സ്ട്രോങ് ആൻഡ് സോളിഡ് ആയിട്ടുള്ള ഒരു വാഹനമായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ വളരെ എന്താ പറയുക, നമ്മളെ ഒരു കവർ ചെയ്ത് അല്ലെങ്കിൽ നമ്മളൊരു സേഫ് ആയിട്ട് ഇരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ കാര്യങ്ങളെല്ലാം വരുന്നത്. എസ്പെഷ്യലി ഡ്രൈവർക്ക് നല്ല കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഓവറോൾ ഡിസൈൻ തന്നെ റെനോ കൊടുത്തിരിക്കുന്നത്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ നമുക്ക് 3 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് ഇപ്പോൾ റെനോ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഒരു 1 ലിറ്റർ 100 PS നമ്മുടെ നോർമൽ ടർബോ പെട്രോൾ എഞ്ചിൻ, നമ്മുടെ കൈകറിലും എല്ലാത്തിലും കാണുന്ന സെയിം എഞ്ചിൻ തന്നെയാണ്. 160 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിൻ. നിങ്ങൾ ഈ കാണുന്ന ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് 1.3 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. സെഗ്മെന്റിലെ മോസ്റ്റ് പവർഫുൾ പെട്രോൾ എഞ്ചിൻ എന്ന് പറയാം. 163 PS ആണ് ഇതിന്റെ പവർ. 250 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന എഞ്ചിനാണ്. ഈ വാഹനം ഓടിച്ചവരുടെ എക്സ്പീരിയൻസ് ആണ്, നമുക്ക് ഓടിച്ചു നോക്കാനായിട്ട് കിട്ടിയിട്ടില്ല. വളരെ പവർഫുൾ ആയിട്ടാണെന്നാണ് പറയുന്നത്. നല്ല പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ്. ട്രാൻസിഷൻസ് ഒന്നും നമ്മൾ അറിയുന്നേ ഇല്ല, അത്ര സ്മൂത്ത് ആയിട്ടുള്ള DCT ഗിയർ ബോക്സുമാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു 1.4 ലിറ്റർ ഹൈബ്രിഡ് എഞ്ചിനാണ്. അത് സെഗ്മെന്റിലെ തന്നെ മോസ്റ്റ് ഫ്യൂവൽ എഫിഷ്യൻ എഞ്ചിൻ എന്നൊക്കെയാണ് റെനോ പറയുന്നത്. ചിലപ്പോൾ പവർ ഫിഗേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന സമയത്ത് അത്രയും പവർഫുൾ ആയിട്ട് എഞ്ചിനായിട്ടും അത്രയും ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എഞ്ചിനായിട്ട് നമുക്കത് ഫീൽ ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഇത്ര എഞ്ചിൻ ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. പ്രൈസ് റെനോ അനൗൺസ് ചെയ്തിട്ടില്ല. മാർച്ച് 16-ാം തീയതിയാണ് പ്രൈസ് അനൗൺസ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പുതിയ റെനോ ഡസ്റ്റർ നിങ്ങൾക്ക് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ റെനോ ഒരുക്കിയിട്ടുണ്ട്. ഈ വാഹനത്തിന്റെ പ്രിവ്യൂ ഇപ്പോൾ നിങ്ങൾക്ക് എറണാകുളം ഷോറൂമിൽ അവൈലബിൾ ആണ്. അതായത് 4, 5, 6 തീയതികളിൽ എറണാകുളം ഷോറൂമിലും 7, 8 തീയതികളിൽ ലുലു മാളിലും 10, 11 തീയതികളിൽ കാലിക്കറ്റ് റെനോന്റെ ഷോറൂമിലും പ്രിവ്യൂ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്തവരാണ് അല്ലെങ്കിൽ ബുക്ക് ചെയ്യാൻ പ്ലാൻ ഉള്ളവരാണ് എങ്കിൽ ഡസ്റ്റർ ഒന്ന് കാണണം, വാഹനം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡേറ്റുകളിൽ ഈ പറഞ്ഞ ലൊക്കേഷനുകളിൽ ചെല്ലുകയാണെങ്കിൽ വാഹനം കണ്ട് ബുക്കിംഗ് താല്പര്യമുള്ളവർക്ക് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. ഡസ്റ്റർ എന്നുള്ള റെനോയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.